Hi children, wish you a wonderful day ahead. Today I take 5th standard grammar class. So your 4th chapter, possessive pronoun and possessive adjective. What is possessive pronoun and possessive adjective? Just to see, you look at all the board. Here I wrote, what is possessive? Possessive is ownership. The possession. Possession എന്ന് പറയുന്നത് ownership ആണ്. This word derived from the Latin and the ancient Greek word. Possessive, pos, the Latin word. From the Latin word it derived. Pos is derived from the Latin word and possessivus from the ancient Greek. What's its use? So grammatical construction used to indicate relationship or strict ownership. It's a use of possessive pronoun and possessive adjective. So construction we use to show a relationship or possession or ownership. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ഇത് possessive pronoun or possessive adjective. Here I wrote here on the board 3 columns. You can see the first column, personal pronoun. Which are the personal pronouns? I, you, we, he, she, it and they. So in the lower classes you might have learned the first person, second person, third persons. First person I, second person you, third person he, she, it, they. അപ്പോൾ ഇതാണ് പേഴ്സൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺസ് എന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പേഴ്സണൽ പ്രൊനൗണുകളാണ്. ഐ, യു, വി, ദേ, ഹി, ഷീ, ഇറ്റ് ഇതെല്ലാം പേഴ്സണൽ പ്രൊനൗൺസ് ആണ്. അതിനകത്ത് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ, സെക്കൻഡ് പേഴ്സൺ സിംഗുലർ, തേർഡ് പേഴ്സൺ സിംഗുലർ ആൻഡ് പ്ലൂറൽ. ഇങ്ങനെയാണ് ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലറായ ഐ സിംഗുലർ ആണെങ്കിലും അത് പ്ലൂറലായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി യു എന്ന് പറയുന്നത് സിംഗുലർ ആണെങ്കിലും അത് പ്ലൂറലായിട്ടും വരും. അപ്പോൾ സിംഗുലറും പ്ലൂറലുമായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യണം. എന്തിനെ? ഐയെയും യുവിനെയും. പിന്നെയുള്ളത് ഫസ്റ്റ് പേഴ്സൺ ഐ ആയി, സെക്കൻഡ് പേഴ്സൺ യു ആയി. ഇനി തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഹി, ഷീ, ഇറ്റ്. ഹി, ഷീ, ഇറ്റ് എന്ന് പറയുന്നത് സിംഗുലറാണ്, ഒന്നേ ഉള്ളൂ. ഇനി ഇതിനകത്തുള്ള വി, ദേ അത് തേർഡ് പേഴ്സൺ ആണ്, വി, ദേയും. ഇത് പ്ലൂറൽ ഫോമാണ്, തേർഡ് പേഴ്സൺ പ്ലൂറലാണ് വി, ദേ. ഞാനിവിടെ എഴുതിയപ്പോൾ ഒരല്പം ഓർഡർ തെറ്റിയിട്ടുണ്ട്. പക്ഷേ ഇത് നിങ്ങൾക്കൊന്നുകൂടെ വ്യക്തമാക്കി തരുവാൻ വേണ്ടിയിട്ട് പൊസസീവ് അഡ്ജക്റ്റീവും പൊസസീവ് പ്രൊനൗണും പഠിക്കുമ്പോൾ അതിനെ അല്പം കൂടെ വ്യക്തമായിട്ട് പഠിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളത്. അപ്പോൾ നിങ്ങൾ പേഴ്സൺസിനെ പഠിക്കുമ്പോൾ ഏതൊക്കെയാണ് പേഴ്സൺസ് എന്ന് അറിഞ്ഞിരിക്കുക. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ ആരൊക്കെയാണ്? ഫസ്റ്റ് പേഴ്സൺ ഐ ആണ്, ഐ മാത്രമേ ഉള്ളൂ. ഇനി സെക്കൻഡ് പേഴ്സൺ ആരാണ്? യു ആണ്. തേർഡ് പേഴ്സൺ ആരാണ്? ഹി, ഷീ, ഇറ്റ്. ഇനി ഇത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്, ഹീയും ഷീയും ഇറ്റും. ഇതിലെ പ്ലൂറലാണ് വിയും ദേയും. ഇത് ഇത്രയും മനഃപ്പാഠമാക്കി വെക്കുക. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് പൊസസീവ് അഡ്ജക്റ്റീവിലേക്കാണ്. ഇനി ഇത് പൊസസീവ് അഡ്ജക്റ്റീവ് ആകുമ്പോൾ ഐ എന്ന് പറയുന്ന ഈ പേഴ്സണൽ പ്രൊനൗൺ എന്തായിട്ട് മാറും? ഐ എന്ന് പറയുന്ന പേഴ്സണൽ പ്രൊനൗൺ എന്തായി മാറി? മൈ എന്നുള്ളതായി മാറി. ഐ, മൈ, ഞാൻ, എൻ്റെ. ഇനി ഇതിനകത്ത് യു, നിങ്ങൾ, യുവറായി. യു എന്ന് പറയുന്നത് പൊസസീവ് അഡ്ജക്റ്റീവ് വന്നപ്പോൾ യു, യുവറായി. ഇനി വി എന്ന് പറയുന്നത് പൊസസീവ് അഡ്ജക്റ്റീവ് വന്നപ്പോൾ ഔറായി, വി, ഔ. ഇനി ഹി എന്നുള്ളത് ഹിസ്സായി, ഷീ എന്നുള്ളത് ഹറാണ്, ഇറ്റ് എന്നുള്ളത് ഇറ്റ്സായി, ദേ എന്നുള്ളത് ദേറായി. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഇറ്റ് ഇവിടെ ഇറ്റ്സ് ആണ്, ഇവിടെയും ഇറ്റ്സ് ആണ്. ഈ ഇറ്റ്സിനെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതാണ്. ഇറ്റ്സ് എന്ന് ഇങ്ങനെ എഴുതാം, ഇനി ഇറ്റ്സ് എന്ന് ഇങ്ങനെയും എഴുതാം. അപ്പോൾ ഇറ്റ്സ് എന്ന് ഇങ്ങനെ എഴുതിയാൽ അതിൻ്റെ, ഇതിൻ്റെ എന്ന അർത്ഥത്തിലാണ്. ഇറ്റ്സ് എന്ന് ഇങ്ങനെ എഴുതിയാൽ ഇറ്റ് ഈസ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ അപ്പോസ്ട്രഫി
എസ് ഇട്ടാൽ ഇറ്റ് ഈസും, അപ്പോസ്ട്രഫി ഇടാതെ എസ് എഴുതിയാൽ ഇറ്റ്സും. ഇത് നിങ്ങൾ എഴുതുമ്പോൾ കോമൺ ആയിട്ട് വരുന്നൊരു മിസ്റ്റേക്കാണ്. ഇറ്റ് ഈസ് എന്ന് എഴുതുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഉപയോഗിച്ച് കളയും. ഇത് ഇറ്റ് ഈസ് എന്ന് എഴുതുന്നത് റോങ് ആണ്. ഇറ്റ് ഈസ് എന്ന് എഴുതേണ്ടത് ഇങ്ങനെയാണ്. അതിൻ്റെ ഷോർട്ട് ആൻഡ് ഫോമാണ് ഇറ്റ് ഈസ് എന്നുള്ളത്. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇറ്റ്സ് എന്നുള്ളത് ഇതിൻ്റെ, അതിൻ്റെ എന്നുള്ള അർത്ഥത്തിൽ ഇറ്റ്സ് ഇതാണ് ശരി. ഈ ഇറ്റ്സ് ആണ് ശരി. ഇത് എഴുതിയാൽ ഇറ്റ് ഈസ് ആയി മാറും. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്ത്? ഈ ഇറ്റ്സിൻ്റെ വ്യത്യാസം. അപ്പോൾ ദേ എന്നുള്ളത് ദേറാകും പൊസസീവ് അഡ്ജക്റ്റീവിൽ. ഇനി നമ്മൾക്ക് ഇവിടെ നിന്നും വിട്ട് പൊസസീവ് പ്രൊനൗണിലേക്കൊന്ന് പോകാം. പൊസസീവ് പ്രൊനൗണിലേക്ക് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഈ ഐ എന്നുള്ളത് പൊസസീവ് അഡ്ജക്റ്റീവിൽ വന്നപ്പോൾ മൈ ആയി, അത് പൊസസീവ് പ്രൊനൗൺ ആയപ്പോൾ മൈനായി. ഇനി യു എന്നുള്ളത് പൊസസീവ് അഡ്ജക്റ്റീവിലേക്ക് വന്നപ്പോൾ യുവറായി, പൊസസീവ് പ്രൊനൗണിലേക്ക് വന്നപ്പോൾ യുവേഴ്സായി. യുവർ എന്നുള്ളത് യുവേഴ്സായി. ഇനി ഇവിടുത്തെ പേഴ്സണൽ പ്രൊനൗൺ വി എന്നുള്ളത് പൊസസീവ് അഡ്ജക്റ്റീവ് വന്നപ്പോൾ ഔറായിരുന്നു, പൊസസീവ് പ്രൊനൗണിലേക്ക് വന്നപ്പോൾ ഔവേഴ്സായി. ഹി ഉള്ളത് ഹിസ്സായി, അത് ഹിസ് തന്നെയാണ് പൊസസീവ് പ്രൊനൗണിലും. ഇനി ഷീ എന്നുള്ളത് ഹെറായി, ഹെർ എന്നുള്ളത് ഹേർസ് ആയി പൊസസീവ് പ്രൊനൗണിലേക്ക് വന്നപ്പോൾ. ഇനി ഇറ്റ് എന്നുള്ളത് ഇറ്റ്സ് ആയി പൊസസീവ് അഡ്ജക്റ്റീവിൽ, പൊസസീവ് പ്രൊനൗണിൽ ഇറ്റ്സ് തന്നെ. ഇനി ദേ എന്നുള്ളത് പൊസസീവ് അഡ്ജക്റ്റീവിൽ ദേറായി, പൊസസീവ് പ്രൊനൗണിൽ ദേയസ് ആയി. എന്താ ഇതിൻ്റെ ഒരു വ്യത്യാസം? ഈ വ്യത്യാസത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. ഇനി ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. പേഴ്സണൽ പ്രൊനൗണിൽ ഐ ഹാവ് എ ബൈസൈക്കിൾ എന്ന് എഴുതിയിട്ടുണ്ട്. എനിക്കൊരു ബൈസൈക്കിൾ ഉണ്ട്. എനിക്കൊരു ബൈസൈക്കിൾ ഉണ്ട് എന്ന് ഐ ഹാവ് എ ബൈസൈക്കിൾ എന്ന് എഴുതി. ഇനി താഴത്തോട്ട് എങ്ങനെ വേണമെങ്കിൽ നോക്കിക്കാം. യു ഹാവ് എ ബൈസൈക്കിൾ, വി ഹാവ് എ ബൈസൈക്കിൾ, ഹി ഹാസ്. ഇവിടെ വരുമ്പോൾ ഹാസ് ആകും, കാര്യം തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. ഹാസ് എ ബൈസൈക്കിൾ. ഇനി ഷീ ഹാസ് എ ബൈസൈക്കിൾ, ഇറ്റ് ഹാസ്, അത് ഉപയോഗിക്കേണ്ട. ഇറ്റ് ഹാസ് അത് നമ്മൾക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, അതുകൊണ്ട് ഇറ്റ് വേണ്ട. ദേ ഹാവ്, ഇവിടെ പ്ലൂറലായതുകൊണ്ട് ദേ ഹാവ് എ ബൈസൈക്കിൾ. അവർക്കൊരു ബൈസൈക്കിളുണ്ട്, അവൾക്കൊരു ബൈസൈക്കിളുണ്ട്, അവനൊരു ബൈസൈക്കിളുണ്ട്. വി ഹാവ് എ ബൈസൈക്കിൾ, ഞങ്ങൾക്കൊരു ബൈസൈക്കിളുണ്ട്. യു ഹാവ്, നിനക്കൊരു ബൈസൈക്കിളുണ്ട് എന്ന അർത്ഥത്തിലാണ് ഈ പേഴ്സണൽ പ്രൊനൗൺ ഇതെല്ലാം എഴുതിയിരിക്കുന്നത്. ഇനി ഇത് പൊസസീവ് അഡ്ജക്റ്റിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന മാറ്റം. ദിസ് ബൈസൈക്കിൾ ഈസ്, ദിസ് ഈസ് മൈ ബൈസൈക്കിൾ. ഇത് എൻ്റെ ബൈസൈക്കിളാണ്. ദിസ് ഈസ് മൈ ബൈസൈക്കിൾ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദിസ് ഈസ് മൈ ബൈസൈക്കിൾ. ഇതാണ് പൊസസീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഈ ബൈസൈക്കിൾ എന്ന് പറയുന്നത് എൻ്റെതാണ്. ബൈസൈക്കിൾ എന്ന് പറയുന്നത് ഒരു നാമമാണ്, അല്ലേ? ബൈസൈക്കിൾ എന്ന് പറയുന്നത് ഒരു നാമമാണ്, നൗൺ അല്ലേ? നൗൺ ആണ്. അപ്പോൾ ഈ ബൈസൈക്കിളിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? എൻ്റേതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെ പൊസസീവ് അഡ്ജക്റ്റീവ് എന്നാണ് പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്? പൊസസീവ് അഡ്ജക്റ്റീവ്. ദിസ് ഈസ് മൈ ബൈസൈക്കിൾ, ഇതെൻ്റെ ബൈസൈക്കിൾ എന്ന് പറഞ്ഞാൽ ഈ ബൈസൈക്കിളിനെ നമ്മൾ വിശേഷിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്നു മൈ എന്നുള്ള അർത്ഥത്തിലാണ് പറയുക, എൻ്റെതാണെന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് മൈ എന്നുള്ളത് പൊസസീവ് അഡ്ജക്റ്റീവായിട്ട് മാറും. ഇനി പൊസസീവ് പ്രൊനൗണിലേക്ക് നമുക്കൊന്ന് നോക്കാം. ദിസ് ബൈസൈക്കിൾ ഈസ് മൈൻ. ദിസ് ബൈസൈക്കിൾ ഈസ് മൈൻ. ഇത് എൻ്റെ ബൈസൈക്കിളാണ്. അപ്പോൾ ഇതിൻ്റെ ഓണർഷിപ്പ് കൊടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? പൊസസീവ് പ്രൊനൗണിലേക്ക് വന്നപ്പോൾ മൈൻ എന്നുള്ളത് മൈനായിട്ട് മാറി. ഇതാണ് ഇതിനകത്തെ കാതലായ വ്യത്യാസം. ഇനി കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇനി ദിസ് ബൈസൈക്കിൾ ഈസ് യുവേഴ്സ്, ദിസ് ബൈസൈക്കിൾ ഈസ് അവേഴ്സ്, ദിസ് ബൈസൈക്കിൾ ഈസ് ഹിസ്. ദിസ് ഈസ് ഹിസ് ബൈസൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇത് അവൻ്റെ ബൈസൈക്കിളാണ്. ദിസ് ഈസ് ഹിസ് ബൈസൈക്കിൾ. അത് പൊസസീവ് അഡ്ജക്റ്റീവായി മാറിടും. ദിസ് ബൈസൈക്കിൾ ഈസ് ഹിസ്. ഇത് അവൻ്റെ ബൈസൈക്കിളാണെന്ന് പറഞ്ഞാൽ അത് പൊസസീവ് പ്രൊനൗണായി മാറിടും. ഇതാണ് ഇതിനകത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റൊന്നുമില്ല. അപ്പോൾ ഇതാണ് പൊസസീവ് പ്രൊനൗൺ. പൊസസീവ് പ്രൊനൗൺ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്? ലാറ്റിൻ ആൻഡ് ഏൻഷ്യൻ്റ് ഗ്രീക്ക് വാക്കുകളിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. പോസ് എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിൽ നിന്നും അതുപോലെ തന്നെ പൊസസീവസ് എന്ന് പറയുന്ന ഏൻഷ്യൻ്റ് ഗ്രീക്ക് വാക്കിൽ നിന്നുമാണ് ഇത് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്.
ഇനി എന്താണ് ഇതുകൊണ്ട് ഉപയോഗം എന്താ, ഇതെന്താണ് ചെയ്യുന്നത്? ഇത് ഗ്രാമാറ്റിക്കൽ കൺസ്ട്രക്ഷൻ ആണ്. അത് യൂസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന, എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ ഓണർഷിപ്പിനെ ഇൻഡിക്കേറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രാമാറ്റിക്കൽ വേർഡ് ആണ് പൊസസീവ് എന്ന് പറയുന്നത്. അപ്പോൾ പൊസസീവ് പ്രൊനൗൺ എന്താണെന്നും പൊസസീവ് അഡ്ജക്റ്റീവ് എന്താണെന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഇനി തുടർന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാമ്പിൾസ് വരുമ്പോൾ കൃത്യമായിട്ട് ഒന്നുകൂടെ മനസ്സിലാക്കും. ഇതാണ്, ഒന്നുകൂടെ നമുക്ക് റിവൈസ് ചെയ്യാം. പേഴ്സണൽ പ്രൊനൗൺ ആണ് ഐ യു വി ഹി ഷീ ഇറ്റ് ദേ. ഇത് പേഴ്സണൽ പ്രൊനൗൺ ആണ്. ഈ പേഴ്സണൽ പ്രൊനൗണിൻ്റെ പൊസസീവ് അഡ്ജക്റ്റീവ് ആകുമ്പോൾ ഈ പേഴ്സൺ പ്രൊനൗണിൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഈ കോളത്തിൽ എഴുതിയിരിക്കുന്നത്. അത് ഐ എന്നുള്ളത് മൈ ആകും, യു എന്നുള്ളത് യുവറാകും, വി എന്നുള്ളത് അവറാകും, ഹി എന്നുള്ളത് ഹിസ്സാകും, ഷീ എന്നുള്ളത് ഹെറാകും, ഇറ്റ് എന്നുള്ളത് ഇറ്റ്സ് ആകും, ദേ എന്നുള്ളത് ദേറാകും. അതുപോലെ പൊസസീവ് പ്രൊനൗണിലേക്ക് വരുമ്പോൾ മൈ എന്നുള്ളത് മൈനായി, യുവർ എന്നുള്ളത് യുവേഴ്സായി, അവർ എന്നുള്ളത് അവേഴ്സായി, ഹിസ് എന്നുള്ളത് ഹിസ് തന്നെയാണ്, ഹെർ എന്നുള്ളത് ഹേഴ്സായി, ഇറ്റ്സ് എന്നുള്ളത് ഇറ്റ്സ് തന്നെയാണ്, ദേർ എന്നുള്ളത് ദേഴ്സായി. ഇങ്ങനെ നമ്മൾക്ക് ഇതിനകത്ത് സെൻറ്റൻസ് സ്ട്രക്ചർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ വ്യത്യാസപ്പെട്ടു വരുന്നത് മുന്നേയും പിന്നെയും വരുന്നത് പൊസസീവ് പ്രൊനൗൺ. ഇപ്പോൾ വാക്കുകളെല്ലാം സമാനമായിട്ട് തോന്നും, പക്ഷേ ഇത് സെൻറ്റൻസിന് നാമത്തിന് മുന്നേയും പിന്നെയും വരികയാണെങ്കിൽ ഉണ്ടാകുന്ന വ്യത്യാസം അവിടെ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ വേണം പഠിക്കുവാനായിട്ട്. അപ്പോൾ ഇത് വളരെ നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത ഇതിൻ്റെ എക്സസൈസ് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതുവരെ ബൈ.